മാലിന്യ സംസ്കരണ രംഗത്ത് വരും വർഷം ജില്ലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മാലിന്യ സംസ്കരണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകളും 2 മാലിന്യം ശേഖരിക്കാനുള്ള ടാങ്കറുകളുമാണുള്ളത്. ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് വരും വർഷം ജില്ലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മാലിന്യ സംസ്കരണത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം 13% സ്ഥലങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയും അതിനകത്ത് വേമ്പനാട് കായലിൻ്റെ 57% സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വേമ്പനാട് ജില്ലയിൽ മൊത്തം 250 സ്ക്വയർ കിലോമീറ്റർ ഏരിയയ്ക്കകത്ത് 125 സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ ഏകദേശം കായലിൻ്റെ ഒരു വ്യാപ്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഏകദേശം നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം 6 നദികൾ നമ്മുടെ ഈ കായലിലോട്ട് ചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മൊത്തം ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 40% സ്ഥലവും ഡ്രെയിൻ ചെയ്യുന്നത് വേമ്പനാടുകാരാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു വ്യക്തത ഉണ്ടാവണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡ്രെയിൻ ചെയ്യുന്ന വെള്ളത്തിൻ്റെ കാതലായ ഭാഗം 6 നദികൾ കേരളത്തിൻ്റെ ഏകദേശം 40% സ്ഥലത്തുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് വരുന്നത് ഈ ജില്ലയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വേമ്പനാട് കായലിന് വലിയൊരു പ്രാമുഖ്യം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി ശുചിത്വം പുതിയ ഘട്ടത്തിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ കളക്ടർ. പരിഷ്കൃത സമൂഹത്തിൽ മാലിന്യ സംസ്കരണം സുപ്രധാനമായ ഒരു വിഷയമാണ്. ഈ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണം. ജില്ലയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകളും 2 മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ടാങ്കറുകളുമാണുള്ളത്. ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ശുചിത്വ മിഷന്റെ സാനിറ്റേഷൻ വിദഗ്ധൻ എസ് വിപിൻ, സ്റ്റേറ്റ് ക്യാമ്പയിൻ സെൽ എക്സിക്യൂട്ടീവ് അംഗം കെ രവി എന്നിവർ വിഷയാവതരണം നിർവഹിച്ചു. ടാക്സ് ഫോറം ഡയറക്ടർ രോഹിത് ജോസഫ് മോഡറേറ്ററായി. പാനൽ ചർച്ചയിൽ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീത, ആലപ്പുഴ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ എസ് കവിത, LSGD ജോയിന്റ് ഡയറക്ടർ എസ് ശ്രീകുമാർ, ശുചിത്വ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ കോർഡിനേറ്ററുമായ KG ബാബു, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാശാൻ, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ C അലക്സ്, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ഉദയസിംഹൻ എന്നിവർ പങ്കെടുത്തു. CD ന്യൂസ് കായംകുളം.